മനുഷ്യജീവിതം അമൂല്യമാണോ? എന്നാൽ സ്ത്രീകളുടെ അഭാവം അതിനെ അപൂർണമാക്കുന്നു. ജീവിത മൂല്യങ്ങൾ എന്ന് നാം പറയുന്നത് എന്തിനെയാണ്? ഈ വിശ്വമണ്ഡലത്തിലെ ഏറ്റവും മൂല്യവത്തായത് മനുഷ്യജീവിതമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് വിതയ്ക്കുന്നു, എന്ത് നിക്ഷേപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെയൊക്കെ ജീവിത നിലവാരവും ജീവിത മൂല്യവും ഉരുത്തിരിഞ്ഞു വരുന്നത്. കഠിനമായ മനോവേദനകളും ആകുലതകളും ആകാംക്ഷകളുമൊക്കെ നമ്മൾ ഇതാ ജീവിതത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. അവയൊക്കെ നമ്മെ ഇതാ വേട്ടയാടാൻ തുടങ്ങുന്നു. നാം ഇതാ ദുഃഖിതനായി ചുറ്റിത്തിരിയുന്നു. നാം തന്നെയാണ് അതിനൊക്കെ കാരണം. 3 മഹത്വപൂർണമായ കാര്യങ്ങളാണ് നമ്മൾ സ്ത്രീ ജീവിതത്തിൽ കാണാൻ കഴിയുക. ഒന്നാമത് നിശ്ചയദാർഢ്യം. സത്യവാനെ മരണത്തിന്റെ മുഖത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള സാവിത്രിയുടെ നിശ്ചയദാർഢ്യം. ആരാലും തടയപ്പെടാനാവാത്ത ശക്തി, മൃത്യു, അതിനെ പോലും തോൽപ്പിക്കുന്ന നിശ്ചയദാർഢ്യം. കാലം ഒരു കാരണവശാലും ഒന്നിന്റെ പേരിലും ഗതി മാറ്റില്ല എന്നൊരു ചൊല്ലുണ്ട്. കാലം കർമ്മഗതികൾക്ക് മാത്രം കാതോർക്കുന്നു. നമ്മുടെ പ്രകൃതിയുടെ പ്രകടനമാണ് കർമ്മം. അങ്ങനെ വരുമ്പോൾ പ്രകൃതിയെക്കാളും വലിയ ശക്തി ഏതാണ്? സ്ത്രീയാണ്. ഇതാണ് സ്ത്രീയെക്കുറിച്ചുള്ള ആദ്യ പരിഭാഷ. സംവേദനങ്ങളുടെ പ്രതീകമാണ് സ്ത്രീ എന്നതാണ് രണ്ടാമത്തെ പരിഭാഷ. എത്രമാത്രം കഷ്ടതയും കഷ്ടപ്പാടുകളും ഉണ്ടാവട്ടെ, അതിലെ സ്ത്രീ സഹനത്തിലൂന്നിയ സംവേദന രൂപിയായി ജീവിതത്തിന് അർത്ഥം നൽകുന്നു. സമർപ്പണമാണ് മൂന്നാമത്തേത്. ഒരേ ഒരു മാധ്യമത്തിലൂടെയാണ് അവർ സ്ത്രീ ജീവിതത്തെ അളന്നത്. അത് സമർപ്പണമാണ്. ആധാരശിലകളായി പ്രവർത്തിച്ച് അടിസ്ഥാനമുണ്ടാക്കുക എന്ന ജോലി ഭാരതത്തിലെ മാത്രമല്ല വിശ്വം മുഴുവനുള്ള സ്ത്രീകൾ നിർവഹിക്കുന്നു.